നമസ്കാരം. ഇവിടെ തന്നിരിക്കുന്നത് ടെസ്റ്റ് യുവർ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ റീഡിംഗ്. വായനയിലൂടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന്. അതിലേക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരു കഥ ഇവിടെ അർത്ഥസഹിതം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ വിവരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതേ കഥ ശബ്ദമില്ലാതെ വെറും ലേഖനമായി തന്നിരിക്കുകയുമാണ്. ഈ ലേഖനം നിങ്ങൾ സ്വയം വായിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം നൽകി അത് വായിക്കുവാൻ ശ്രമിക്കണം. അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വീണ്ടും കണ്ട് അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുമാണ്. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നത് മൂലം ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വായിച്ച് എളുപ്പം ആശയം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായന പരിശീലനം. ഇവിടെ ഒരു കഥ തന്നിരിക്കുകയാണ്. ഞാൻ ഈ കഥ വായിച്ചതിൻ്റെ അർത്ഥം വിശദമാക്കുകയാണ്. Once in a dense forest there was a mischievous monkey named Milan. He loved playing pranks on other animals and stealing their fruits. One day, his antics went too far when he stole the precious berries of the wise old owl. In retaliation, the owl cast a spell on Milan, causing him to shrink every time he acted mischievously. ഇനി നമുക്ക് അർത്ഥം നോക്കാം. വൺസ് ഇൻ എ ഡെൻസ് ഫോറസ്റ്റ്, ഒരിക്കൽ ഒരു നിബിഡവനത്തിൽ, there was ഉണ്ടായിരുന്നു എ മിസ്ചീവസ് മങ്കി നെയ്മഡ് മിലൻ, മിലൻ എന്നു പേരുള്ള വികൃതിയായ ഒരു കുരങ്ങൻ. അപ്പോൾ ഒരിക്കൽ ഒരു നിബിഡവനത്തിൽ മിലൻ എന്നു പേരുള്ള വികൃതിയായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. ഹി ലൗഡ് പ്ലേയിങ് പ്രാങ്ക്സ്, പ്രാങ്ക്സ് കളിക്കുന്നതിൽ അവൻ ഇഷ്ടം കണ്ടെത്തി. ലൗഡ് എന്ന് വെച്ചാൽ സ്നേഹിച്ചു, ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥമാണുള്ളത്. ഹീ ലൗഡ് പ്ലേയിങ് പ്രാങ്ക്സ്, അവൻ പ്രാങ്ക് കളിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടം കണ്ടെത്തി. ഓൺ അതർ അനിമൽസ്, മറ്റു മൃഗങ്ങളുടെ മേലും. ആൻഡ് കൂടാതെ സ്റ്റീലിംഗ് ദിയർ ഫ്രൂട്ട്സ്, അവരുടെ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ മോഷ്ടിക്കുന്നതിലും അവൻ ആനന്ദം കണ്ടെത്തി. മറ്റുള്ള മൃഗങ്ങളുടെ മേൽ കളിതമാശ കാട്ടുന്നതിലും അതുപോലെ അവരുടെ ഫ്രൂട്ട്സ് മോഷ്ടിക്കുന്നതിലും അവൻ ആനന്ദം കണ്ടെത്തി. വൺ ഡേ, ഒരു ദിവസം, ഹിസ് ആൻറ്റിക്സ്, അവൻ്റെ ചേഷ്ടകൾ, വെൻറ്റ് ടു ഫാർ, വളരെ ദൂരം പോയി എന്ന് വെച്ചാൽ അവൻ്റെ ചേഷ്ടകളിൽ പരിധി ലംഘിച്ചു. വെൻറ്റ് ടു ഫാർ എന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം പരിധി ലംഘിച്ചു. വെൻ ഹീ സ്റ്റോൾ ദ പ്രിഷ്യസ് ബെറീസ് ഓഫ് ദി വൈസ് ഓൾഡ് ഓൾ, അവൻ എപ്പോഴാണ് പരിധി ലംഘിച്ചത്? വെൻ ഹീ സ്റ്റോൾ ദ പ്രിഷ്യസ് ബെറീസ് ഓഫ് ദി വൈസ് ഓൾഡ് ഓൾ, വൃദ്ധനായ ബുദ്ധിയുള്ള മൂങ്ങയുടെ ബെറിപ്പഴങ്ങൾ, ശ്രേഷ്ഠമായ ബെറിപ്പഴങ്ങൾ. പ്രിഷ്യസ് ബെറീസ് എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ ബെറിപ്പഴങ്ങൾ അവൻ മോഷ്ടിച്ചപ്പോൾ അവൻ്റെ ചേഷ്ടകളുടെ പരിധി ലംഘിച്ചു. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് നോക്കാം. വൺ ഡേ, ഒരു ദിവസം, ഹിസ് ആൻറ്റിക്സ് വെൻറ്റ് ടു ഫാർ, അവൻ്റെ ചേഷ്ടകൾ പരിധി ലംഘിച്ചു. എപ്പോഴാണ് പരിധി ലംഘിച്ചത്? വെൻ ഹീ സ്റ്റോൾ, അവൻ മോഷ്ടിച്ചപ്പോൾ, ദ പ്രിഷ്യസ് ബെറീസ് ഓഫ് ദി വൈസ് ഓൾഡ് ഓൾ, വൃദ്ധനായ ബുദ്ധിയുള്ള മൂങ്ങയുടെ ബെറീസ്, ശ്രേഷ്ഠമായ ബെറീസ്. ബെറി എന്ന പഴം എന്ന് പറയുന്നത് ഉരുണ്ട ഒരു കൊച്ചു പഴമാണ്, ചാറുള്ളതാണ്. അതിൻ്റെ അകത്ത് സ്റ്റോൺ, അതായത് കല്ല് എന്ന് വെച്ചാൽ ഇവിടെ വിത്ത് ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ചെറുപഴമാണ് ബെറി എന്ന് പറയുന്ന പഴം. അത് ശ്രേഷ്ഠമായ ആ പഴം, മൂങ്ങയുടെ ആ പഴം ആ കുരങ്ങൻ മോഷ്ടിച്ചപ്പോൾ അവൻ്റെ കളിതമാശകളുടെ പരിധി ലംഘിച്ചു. അടുത്ത പാരഗ്രാഫ് പറയുന്നു, ഇൻ റിറ്റാലിയേഷൻ, അതിന് പ്രതികാരമായി അല്ലെങ്കിൽ അതിന് പകരമായി, ദ ഓൾ, ആ മൂങ്ങ, കാസ്റ്റ് എ സ്പെൽ, ഒരു മന്ത്രം ജപിച്ചു. കാസ്റ്റ് എ സ്പെൽ, ഒരു മന്ത്രം ജപിച്ചു അല്ലെങ്കിൽ മന്ത്രവാദം നടത്തി എന്നൊക്കെയാണ് അർത്ഥം. ഓൺ മിലൻ, മിലൻ്റെ മേൽ. ഇൻ റിറ്റാലിയേഷൻ, അതിന് പകരമായി അല്ലെങ്കിൽ അതിന് പ്രതികാരമായി, ദ ഓൾ കാസ്റ്റ് എ സ്പെൽ ഓൺ മിലൻ, മിലൻ്റെ മേൽ ആ മൂങ്ങ ഒരു മന്ത്രം ജപിച്ചു. കോസിങ് ഹിം ടു ഷ്രിങ്ക്, അവൻ അതിന്
അവനെ അതിന് കാരണമായി തീർന്നു. ടു ഷ്രിങ്ക്, ചുരുങ്ങുവാൻ. ആ മന്ത്രം കാരണം അവൻ ചുരുങ്ങുവാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. എവരി ടൈം, ഓരോ സമയവും. ഹി ആക്റ്റഡ് മിസ്ചീവസ്ലി, വികൃതിയോടെ അവൻ പെരുമാറിയപ്പോൾ. ഓരോ തവണയും വികൃതിയോടെ അവൻ പെരുമാറിയപ്പോൾ ആ മന്ത്രം അവനെ ചുരുങ്ങുവാൻ കാരണമായി തീർന്നു. ഷ്രിങ്ക് എന്ന വാക്കിനർത്ഥം വലുപ്പം കുറഞ്ഞ് ചെറുതാവുക, ചുരുങ്ങുക എന്നാണ്. മിസ്ചീവസ്ലി, വികൃതിയോടുകൂടി. അപ്പോൾ ഇൻ റിറ്റാലിയേഷൻ, അതിന് പകരമായി ദ ഓൾ കാസ്റ്റ് എ സ്പെൽ ഓൺ മിലൻ, ആ മൂങ്ങ മിലൻ്റെ മേലൊരു മന്ത്രം ജപിച്ചു. കോസിങ് ഹിം, അവനെ അത് കാരണമായി തീർത്തു. ടു ഷ്രിങ്ക്, ചുരുങ്ങുവാൻ. എവരി ടൈം, ഓരോ സമയവും. ഹി ആക്റ്റഡ് മിസ്ചീവസ്ലി, അവൻ വികൃതിയോടുകൂടി പെരുമാറിയപ്പോൾ. അറ്റ് ഫസ്റ്റ് Milan found it amusing, but soon he realized he couldn't enjoy his forest life anymore. With each prank, he became smaller and smaller until he was barely the size of a butterfly. Saddened by his own actions, Milan sought forgiveness from the owl and promised to mend his ways. നമുക്ക് അർത്ഥം നോക്കാം. അറ്റ് ഫസ്റ്റ്, ആദ്യമാദ്യം. മിലൻ ഫൗണ്ട് ഇറ്റ് അമ്യൂസിങ്, മിലൻ കണ്ടെത്തിയത്. ഇറ്റ് അമ്യൂസിങ്, അത് രസിപ്പിക്കുന്നതായിട്ടാണ് മിലന് തോന്നിയത്. അല്ലെങ്കിൽ മിലൻ അതിനെ കണ്ടത് അതൊരു രസിപ്പിക്കുന്ന കാര്യമായിട്ടാണ്. ഏതാണ്? ഓരോ വികൃതി കാണിക്കുമ്പോഴും അവൻ്റെ സൈസ് ചെറുതായി വരുന്നത് രസമുള്ള ഒരു കാര്യമായിട്ടാണ് മിലന് ആദ്യം തോന്നിയത്. പക്ഷേ സൂൺ, ഉടനെ. ഹീ റിയലൈസ്ഡ്, അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഹീ കുഡിൻറ്റ് എൻജോയ്, അവൻ ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല. ഹിസ് ഫോറസ്റ്റ് ലൈഫ്, വനജീവിതം, അവൻ്റെ വനജീവിതം. എനിമോർ, പിന്നീട് ഒരിക്കലും. എനിമോർ എന്ന് വെച്ചാൽ ഇനി എന്നും, ഇനി ഒരിക്കലും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആദ്യം ആ ചെറുതാവുന്ന പ്രോസസ്സ് കണ്ടപ്പോൾ അവന് രസം തോന്നിയെങ്കിലും പിന്നീട് അവന് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. അതോടുകൂടി അവന് അവൻ്റെ വനജീവിതം ഒരിക്കലും ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല. വിത്ത് ഈച്ച് പ്രാങ്ക്, ഓരോ പ്രാങ്ക് കൊണ്ടും, എന്ന് വെച്ചാൽ അവൻ ഓരോ കളി തമാശകൾ മറ്റുള്ള മൃഗങ്ങളുടെ മേൽ കാണിക്കുമ്പോഴും, ഹീ ബിക്കെയിം സ്മോളർ ആൻഡ് സ്മോളർ, അവൻ കൂടുതൽ ചെറുതായി തീർന്നു. അൻറ്റിൽ, ഏതുവരെ? ഹി വാസ് ബെയർലി ദ സൈസ് ഓഫ് എ ബട്ടർഫ്ലൈ, കഷ്ടിച്ച് ഒരു ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭത്തിൻ്റെ സൈസ് ആവുന്നതുവരെ. അപ്പോൾ നമുക്ക് അർത്ഥം അവിടെ നോക്കാം. വിത്ത് ഈച്ച് പ്രാങ്ക്, ഓരോ പ്രാങ്ക് കൊണ്ടും. ഹി ബിക്കെയിം സ്മാളർ ആൻഡ് സ്മാളർ, അവൻ ചെറുതായി വന്നു, അല്ലെങ്കിൽ ചെറുതായി തീർന്നു. അൻറ്റിൽ ഹി വാസ് ബെയർലി ദ സൈസ് ഓഫ് എ ബട്ടർഫ്ലൈ, കഷ്ടിച്ച്. ബെയർലി എന്ന് വെച്ചാൽ കഷ്ടിച്ച്. ബെയർലി ദ സൈസ് ഓഫ് എ ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭത്തിൻ്റെ സൈസ് കഷ്ടിച്ചാകുന്നത് വരയ്ക്കും അവൻ ഓരോ പ്രാങ്കിനും അവൻ ചെറുതായി തീർന്നു. സാഡൻഡ് ബൈ ഹിസ് ഓൺ ആക്ഷൻസ്, സാഡൻഡ് ദുഃഖിച്ചു. ബൈ ഹിസ് ഓൺ ആക്ഷൻസ്, അവൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അവൻ ദുഃഖിച്ചു. എന്ന് വെച്ചാൽ അവൻ ചെയ്തു പോയ സ്വന്തം പ്രവൃത്തികളിൽ അവൻ ദുഃഖിച്ചു. മിലൻ സോട്ട് ഫോർഗിവ്നെസ് ഫ്രം ദി ഓൾ, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? മിലൻ സോട്ട്, മിലൻ തേടി. സീക്ക്, SEEK, സീക്ക് ആരായുക, തേടുക. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് സോട്ട്, തേടി അല്ലെങ്കിൽ ആരാഞ്ഞു. മിലൻ സോട്ട് ഫോർഗിവ്നെസ്, മിലൻ മാപ്പ് തേടി അല്ലെങ്കിൽ ക്ഷമ തേടി. ഫ്രം ദി ഓൾ, മൂങ്ങയിൽ നിന്ന്. അപ്പോൾ അവൻ മൂങ്ങയോട് മാപ്പ് ചോദിച്ചു. ആൻഡ് പ്രോമിസ്ഡ്, എന്നിട്ട് മൂങ്ങയ്ക്ക് വാഗ്ദാനം നൽകി. ടു മെൻഡ് ഹിസ് വേസ്, അവൻ്റെ വഴികൾ തിരുത്തുമെന്ന്. മെൻഡ് എന്ന വാക്കിനർത്ഥം കേടുപാട് തീർക്കുക, തെറ്റ് തിരുത്തുക എന്നൊക്കെയാണ്. ഇവിടെ അവൻ മൂങ്ങയ്ക്ക് വാഗ്ദാനം കൊടുത്ത് എന്താണ്? അവൻ്റെ വഴികൾ അവൻ തിരുത്തുമെന്ന്, എന്ന് വെച്ചാൽ അവൻ്റെ ജീവിത ശൈലികൾ അവൻ തിരുത്തുമെന്ന്. The owl, seeing his sincerity, lifted the spell, and Milan learned the value of kindness and respect for others. From then on, he became known as the helpful monkey of the forest, teaching other animals the importance of empathy and understanding. നമുക്ക് അർത്ഥം നോക്കാം.
ദ ഓൾ ആ മൂങ്ങ സീയിങ് ഹിസ് സിൻസിയറിറ്റി അവൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട്, സിൻസിയറിറ്റി ആത്മാർത്ഥത, ആരുടെ ആത്മാർത്ഥത കണ്ടിട്ട്? ആ കുരങ്ങൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട്. ലിഫ്റ്റഡ് ദ സ്പെൽ, ലിഫ്റ്റഡ് ഉയർത്തി, ദ സ്പെൽ മന്ത്രം, മന്ത്രം ഉയർത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അർത്ഥം എന്താണ്? ആ മൂങ്ങ നേരത്തെ ജപിച്ച, കുരങ്ങൻ്റെ മേൽ ജപിച്ച ആ മന്ത്രം എടുത്തു മാറ്റി. ആൻഡ് മിലൻ ലേൺഡ്, എന്നിട്ട് മിലൻ എന്ന് പേരുള്ള ആ കുരങ്ങൻ പഠിച്ചു ദ വാല്യൂ ഓഫ് കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. എന്താണ് പഠിച്ചത്? ദ വാല്യൂ ഓഫ് കൈൻഡ്നെസ്, ദയയുടെ വില, ആൻഡ് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതിൻ്റെയും വില. എന്ന് വെച്ചാൽ ദയയുടെയും മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതിൻ്റെയും വില ആ കുരങ്ങൻ പഠിച്ചു. ഫ്രം ദെൻ ഓൺ, അന്നു മുതൽ, ഹീ ബിക്കയും അവൻ ആയിത്തീർന്നു, അല്ലെങ്കിൽ അവൻ മാറി. എന്തായിട്ട് മാറി? നോൺ ആസ് ദി ഹെൽപ്പ്ഫുൾ മങ്കി ഓഫ് ദ ഫോറസ്റ്റ്. നോൺ ആസ് അറിയപ്പെട്ടു, ദ ഹെൽപ്പ്ഫുൾ മങ്കി ഉപകാരിയായ കുരങ്ങൻ, ഓഫ് ദി ഫോറസ്റ്റ് വനത്തിലെ ഉപകാരിയായ കുരങ്ങൻ എന്ന് അറിയപ്പെടുന്ന വിധം ഹീ ബിക്കയും അവൻ ആയിത്തീർന്നു, അല്ലെങ്കിൽ അവൻ മാറി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ടീച്ചിങ് അതർ അനിമൽസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ടീച്ചിങ് അതർ അനിമൽസ്, മറ്റ് മൃഗങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആ കുരങ്ങൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എന്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നു? ദ ഇമ്പോർട്ടൻസ് ഓഫ്, പ്രാധാന്യം. എന്തിൻ്റെ പ്രാധാന്യം? ഓഫ് എംപതി, സഹാനുഭൂതിയുടെയും, അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവരെ സഹാനുഭൂതിയോടെ മനസ്സിലാക്കുന്ന കാര്യത്തെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും. അപ്പോൾ എന്താണ് എംപതി, എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? എംപതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കുവാൻ ഉള്ള കഴിവാണ് എംപതി. മറ്റുള്ള ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ് എന്നൊരു തോന്നൽ, അതാണ് സഹ അനുഭൂതി എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എംപതിയുടെ മലയാള അർത്ഥം സഹാനുഭൂതി. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സഹ അനുഭൂതിയോടെ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കൽ, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അങ്ങനെ എംപതിയുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റി മറ്റ് മൃഗങ്ങളെ ആ കുരങ്ങൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എംപതി എന്നത് പോലെ തന്നെ മറ്റൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്, സിമ്പതി എന്നത്. സിമ്പതി എന്നത് മറ്റുള്ള ഒരാളുടെ വേദനയിലും ദുഃഖത്തിലും നമുക്ക് തോന്നുന്ന സങ്കടം, ദുഃഖമാണ് സിമ്പതി. നമ്മൾ ഇപ്പോൾ കേട്ട കഥ ശബ്ദമില്ലാതെ അതേപടി ഇതിന് ശേഷം തന്നിരിക്കുകയാണ്. അത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്.